മൂന്നാർ ടൗണിൽ കാട്ടാന ഇറങ്ങി എന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഒറ്റക്കൊമ്പൻ എന്ന് വിളിപ്പേരുള്ള കാട്ടാനയാണ് ടൗണിൽ ഇറങ്ങിയത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ ചേർന്ന് ആനയെ ടൗണിൽ നിന്ന് തുരത്തിയിട്ടുണ്ട് എന്നുകൂടി അറിയുന്നു. പക്ഷേ പൂർണ്ണമായും ഈ ആന നഗരത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ, ജനവാസ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന് ഉറപ്പില്ല. രാഹുൽ വിജയൻ വിവരങ്ങൾ നൽകും. രാഹുൽ, എന്താണ് അവസ്ഥ? ഇത് ജനവാസ മേഖലയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ? അപകടകാരിയാണോ? ഇതിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണോ? ബിജുകുമാർ, നിലവിലൊരു ജനവാസ മേഖലയിൽ നിന്ന് തൊട്ടടുത്തുള്ളൊരു ചോല വനത്തിലേക്ക് ആന മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു അക്രമകാരിയായിട്ടുള്ള ആന ആയിരുന്നില്ല. 2 മാസം മാത്രമേ ആയിട്ടുള്ളൂ ഈ ആന മൂന്നാർ മേഖലയിലേക്ക് എത്തിയിട്ട്. അതിന് മുൻപ് വരെ മാങ്കുളം മേഖലയിലായിരുന്നു ഈ ആന ഉണ്ടായിരുന്നത്. ഇതിന് വന്ന് മൂന്നാറിൽ എത്തിയതിനു ശേഷം ആക്രമണമൊന്നും കാണിച്ചിരുന്നില്ല. ഇത് ആദ്യമായിട്ടാണ് ഒരു കാറ് ആക്രമിക്കുകയും വലിയ ഒരു പരിഭ്രാന്തി ആ പ്രദേശത്ത് സൃഷ്ടിക്കുകയും ചെയ്തത്. പിന്നാലെയാണ് നാട്ടുകാരും അതുപോലെ തന്നെ വനംവകുപ്പ് വാച്ചർമാരും ചേർന്ന് ആനയെ തുരത്താനുള്ള നടപടി സ്വീകരിച്ചത്. കൃത്യമായിട്ടും ഈ മൂന്നാർ ടൗണിൽ തന്നെ ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ആനകൾ മൂന്നാർ ടൗണിലേക്ക് ഇറങ്ങി വന്നൊരു ശല്യം ഉണ്ടാക്കുന്ന ഒരു പതിവുള്ളതല്ല. പക്ഷേ ഈ ആന മൂന്നാർ ടൗണിൽ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മൂന്നാർ ടൗണിനോട് ചേർന്നുള്ള ദൃശ്യങ്ങളാണിത്. ഒറ്റക്കൊമ്പൻ എന്ന് വിളിക്കുന്ന കാട്ടാന ടൗണിൽ ഇറങ്ങി. നാട്ടുകാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ആനയെ ടൗണിൽ നിന്ന് തുരത്തിയിട്ടുണ്ട്. കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത ഒരു ആനയായിരുന്നു. പക്ഷേ സമീപകാലങ്ങളിൽ ഇത് ചില ഘട്ടങ്ങളിലെങ്കിലും അക്രമത്തിന് മുതിർന്നിട്ടുണ്ട് എന്ന വിവരമാണ് രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് പങ്കുവയ്ക്കുന്നത്.